പട്ടിയുടെ സീനൊക്കെ എന്തുവാ കാണിക്കുന്നത്? ഇത് വെറും ബോറ്. അങ്ങനെ തുണ്ട് വെക്കുന്ന എനിക്ക് ശീലമില്ല, തുണ്ട് വെച്ചിട്ടില്ല, അതിന് എതിർത്തിട്ടുള്ളൂ. പക്ഷേ ഷൈൻ ടോം ചാക്കോന് അധികം ഡയലോഗ് കൊടുക്കാൻ ഞാൻ നന്നായി, അല്ലെങ്കിൽ ചിലപ്പോൾ സബ്ടൈറ്റിൽ എഴുതിയിട്ട് പറഞ്ഞേനെ. കോമഡിയൊക്കെ പഴയ വെറും ബോർ കോമഡിയൊക്കെ. പിന്നെ ആ പട്ടിയുടെ സീനൊക്കെ എന്തുവാ കാണിക്കുന്നത്? ഇത് വെറും ബോറ്. പട്ടി ഷോ. ഷൈൻ ടോം ചാക്കോന് അധികം ഡയലോഗ് കൊടുക്കാൻ ഞാൻ നന്നായി, അല്ലെങ്കിൽ ചിലപ്പോൾ സബ്ടൈറ്റിൽ എഴുതിയിട്ട് പറഞ്ഞേനെ. ഡബിങ് അതാ പറഞ്ഞത്, സബ്ടൈറ്റിൽ ഇല്ലാതെ തന്നെ അധികം കൊടുക്കാത്തതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല ഷൈൻ ടോം ചാക്കോ. പക്ഷെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു മറ്റൊരു ബഹളം വന്ന എന്നൊക്കെ പറഞ്ഞു. തുണ്ട് അതിപ്പോൾ തുണ്ട് അത് നമ്മൾ ബിറ്റടിക്കത്തില്ലേ, നമ്മൾ കോപ്പി അടിക്കത്തില്ലേ, ആ സംഭവം തന്നെ. പക്ഷേ അതിനകത്തൊരു പ്രശ്നം വെച്ചാൽ ഈ പോലീസിലെ ആളുകളൊക്കെ അതിനെ കോപ്പി അടിച്ചാണ് ഇങ്ങനെ വന്നു എന്നുള്ളൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. പക്ഷെ അതൊരു ഫണ്ണായിട്ട് കണ്ടാൽ മതി, അല്ലാതെ ഒരു നമ്മൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ലോജിക്ക് ഇല്ല, ചർച്ചയൊന്നും ആവാനുള്ള സ്കോപ്പില്ല. ഒരു ഫണ്ണായിട്ട് കാണുക, അത്രേ ഉള്ളൂ. ഒരു സ്പൂഫായിട്ട്. കാരണം അതിനകത്തുള്ള പല ആളുകൾ ഇപ്പോൾ കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ ആവുന്നതൊക്കെ ഇങ്ങനെ കോപ്പി അടിക്കുന്നുണ്ട്. ബൈജു ആണ് അതിനകത്ത് വരുന്നത്, കോപ്പി പിടിക്കുന്ന ഒരു ഇതായിട്ട് വരുന്നത്. പക്ഷെ നല്ലതായിരുന്നു. അതൊക്കെ ഒരു കോമഡി ആയിട്ട് കാണാം, സ്പൂഫായിട്ട് കാണാം, ഒരു ആക്ഷേപഹാസ്യമായിട്ട് കാണാം. അതിനപ്പുറമൊന്നുമില്ല. തുണ്ടുകൾ ഞാൻ അങ്ങനെ തുണ്ട് കാണാറില്ല. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നല്ല പടമാണ്. നല്ല കോമഡി ഉണ്ട്, വലിയ കുഴപ്പമില്ല, സൂപ്പറാണ്. അടിപൊളി അടിപൊളി. ഏതാ ഫാമിലി കുഴപ്പമില്ല, ഫാമിലി ആയിട്ടല്ല നല്ല സൂപ്പർ ഓൺ ചെയ്യാൻ പറ്റും. പോലീസ് സ്റ്റോറിയാണ്. അടിപൊളി, സൂപ്പർ. തുണ്ട് നല്ല സൂപ്പർ മൂവിയാണ്. ഏതാ? യെസ്, പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു ഫിലിം തന്നെയാണ്. കൊള്ളാം. ആ ഒരു കോമഡി ഉണ്ട് ഇതിലൊരു, എന്താ ആക്ടർ ഒരു ഹീറോ ബേസ് ചെയ്തിട്ടുള്ളൊരു ഫിലിമാണ്. നായിക ഒരു ഇത് വരുന്നില്ല, പക്ഷെ അതിൽ മാക്സിമം ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫിലിമാണ്. മീൻസ് ഒരു തുണ്ട് വയ്ക്കുന്ന ഒരു ഇതാണ്, ബട്ട് അതെന്താ പറയുക, ഒരു ആരാ നോ അങ്ങനെ തുണ്ട് വെക്കുന്ന എനിക്ക് ശീലമില്ല, തുണ്ട് വെച്ചിട്ടില്ല, അതിന് എതിർത്തിട്ടുള്ളൂ. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിലെന്ന് വെച്ചാൽ ഒരു പേഴ്സൺ പുള്ളിയെ മാക്സിമം ആ ഒരു സമൂഹത്തിലുള്ള ആൾക്കാരും എല്ലാവരും ഡീഗ്രേഡ് ചെയ്ത് അത്രയും നിലം പതിച്ച സ്ഥലത്തുനിന്ന് പുള്ളി ഉയർത്തെഴുന്നേറ്റ് വരുന്നൊരു സ്റ്റോറിയാണ്. അതിന് തുണ്ടൊരു ചെറിയൊരു കാരണമായിട്ടുണ്ടെന്നേ ഉള്ളൂ. സിനിമയിൽ അങ്ങനെയൊന്നും തോന്നിയില്ല. നല്ല പടമാണ്. കോമഡി ഉണ്ട്, പിന്നെ എൻ്റർടൈനറാണ്, ഫാമിലിയായിട്ട് കാണാൻ പറ്റും. പണ്ട് നമ്മളും പഠിക്കുമ്പോൾ തുണ്ടല്ലേ, കോപ്പി അടിക്കുന്ന തുണ്ടല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനെ തോന്നി. നല്ല പടം, ശരി.